സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 92 3 തിരുവചനം. രാവിലെ അങ്ങയുടെ ദയയെയും രാത്രി തോറും അങ്ങയുടെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നതും നല്ലത്. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ ദിവസം നാം 117 സങ്കീർത്തനം ധ്യാനിച്ചു. അത് ഈ സങ്കീർത്തനത്തിൻ്റെ ധ്യാനത്തിൻ്റെ ആദ്യ ഭാഗമാണ്. ഇന്നതിൻ്റെ രണ്ടാം ഭാഗം പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ 117 സങ്കീർത്തനം വിശുദ്ധ സത്യവേദ പുസ്തകത്തിലെ ഏറ്റവും ചെറിയ അധ്യായവും 150 സങ്കീർത്തനങ്ങളിൽ വെറും 2 വാക്യങ്ങൾ മാത്രമുള്ള ഒരു സങ്കീർത്തനവുമാണ്. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ പ്രധാനമായി കാണുന്ന 2 കാര്യങ്ങൾ ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയുമാണ്. അതിൽ ദൈവത്തിൻ്റെ ദയയെക്കുറിച്ചുള്ള ആമുഖ ചിന്തകളാണ് നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചത്. ഇന്നതിൻ്റെ തുടർച്ചയായി ദൈവത്തിൻ്റെ ദയ, അതിൻ്റെ ഗുണഗണങ്ങൾ, ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ ദയ അത് കൃപയെന്നും കരുണയെന്നും കാരുണ്യമെന്നും ദൈവത്തിൻ്റെ കടാക്ഷമെന്നുമൊക്കെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഇവയാണ് നമ്മുടെ ജീവൻ്റെ ആധാരമായിരിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ ദൈവത്തിൻ്റെ ദയ നമ്മുടെ മേൽ പകരപ്പെടുന്നത്. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31:3 പറയുന്നത്, ദൈവത്തിൻ്റെ നമ്മോടുള്ള നിത്യ സ്നേഹം കൊണ്ടാണ്, അത് നിമിത്തമാണ് നമ്മോടുള്ള ദൈവത്തിൻ്റെ ദയ നമുക്ക് ദീർഘിപ്പിച്ച് നൽകുന്നു എന്നുള്ളതാണ്. അഥവാ ദൈവത്തിൻ്റെ ആ ശാശ്വത സ്നേഹം, അനന്ത സ്നേഹം, നിത്യസ്നേഹം, അത് കാരണം നമ്മോടുള്ള ദൈവത്തിൻ്റെ ദയ നമുക്ക് ദീർഘിപ്പിച്ച് നൽകി എന്നാണ് നാം കാണുന്നത്. തുടർന്ന് ഈ ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ ഇത് 17 സങ്കീർത്തനം 7 വാക്യത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ഇത് ദൈവത്തിൻ്റെ അത്ഭുത കാരുണ്യമാണ്. ഈ ദൈവത്തിൻ്റെ ദയ അത്ഭുത കാരുണ്യമായിരിക്കുന്നത് കൊണ്ട് നമുക്ക് അത് എപ്പോഴും ഒരു സംരക്ഷണ കവചമാണ്. മീഖാ പ്രവചനം 6:8 പ്രകാരം ദൈവം ചോദിക്കുന്ന പ്രധാനമായ 2 കാര്യങ്ങളിൽ ഒന്നാണ് ദയ എന്നുള്ളത്. അവിടെ നാം കാണുന്നത് ദൈവം ചോദിക്കുന്ന 2 കാര്യങ്ങൾ, ആകെ ചോദിക്കുന്ന 2 കാര്യങ്ങൾ: ന്യായം പ്രവർത്തിക്കുക, ദയാ തൽപരരായിരിക്കുക. നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്ന ദൈവം നാം മറ്റുള്ളവരോട് ദൈവം നമ്മോട് ദയ കാട്ടിയതുപോലെ ദയാ തൽപരരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ അടിസ്ഥാനം കൂടിയാണ് ഈ ദൈവത്തിൻ്റെ ദയ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 32:18 പ്രകാരം 1000 തലമുറ വരെ നീണ്ടു നിൽക്കുന്നതാണ് ഈ ദൈവത്തിൻ്റെ ദയ.
നമുക്ക് രക്ഷ ലഭിക്കുന്നത് അഥവാ നമ്മുടെ മേൽ രക്ഷ ഉദിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയാലെന്ന് അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 3:4 പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും കടാക്ഷവും കാരുണ്യവും നമ്മുടെ മേൽ പകരുന്നത് ദയയാലാണ്. 17-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ഈ ദയ നമ്മുടെ മേൽ പകരപ്പെടുന്നു. മാത്രമല്ല, ഈ ദൈവത്തിൻ്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നുവെന്നും തിരുവചനം വെളിപ്പെടുത്തുന്നു. ഈ നന്മകളെല്ലാം ലഭിക്കുന്ന ദൈവകൃപ അഥവാ ദൈവത്തിൻ്റെ ദയ നമുക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് പ്രാപിക്കുവാൻ കഴിയുക. ആമേൻ.